CPI-യുടെ നവീകരിച്ച ആസ്ഥാന മന്ദിരം MN സ്മാരകം തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. MD വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നതിനാൽ ലളിതമായ ചടങ്ങുകളുടെയാകും ഈ മന്ദിരം തുറന്നുകൊടുക്കുക. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് MN സ്മാരകത്തിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ MN സ്മാരകത്തിൻ്റെ നവീകരണം അവർ ഇന്നലെ ആയിരുന്നു അത് ചെയ്യാൻ വെച്ചിരുന്നെന്ന് തോന്നുന്നു, അല്ലേ? പറയൂ. അത് ഇന്നലെ രാവിലെയാണ് ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. അപ്പോഴാണ് MDയുടെ വിയോഗമുണ്ടാകുന്നത്. ആദരസൂചകമായി ഈ പരിപാടി മാറ്റിവെച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ലളിതമായ ചടങ്ങിൽ ഇവിടെ ഈ പതാക ഉയർത്തൽ മാത്രമേ ഉള്ളൂ. ബാക്കി പരിപാടികൾ, അതായത് പൊതുസമ്മേളനവും മറ്റ് കലാപരിപാടികളും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണം കൂടി സംഭവിച്ചത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ദുഃഖാചരണം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പരിപാടികളൊന്നും ഇല്ലാതെയാണ് MN സ്മാരകത്തിൻ്റെ ഈ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഈ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പതാക ഉയർത്തും. ഒപ്പം തന്നെ ഒരു ചെറിയ പ്രസംഗം. അതല്ലാതെ മറ്റ് പരിപാടികളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടില്ല. നേരത്തെ വിപുലമായ പരിപാടികളായിരുന്നു ഈ നവീകരിച്ച മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരുന്നത്. അതെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. MN സ്മാരകത്തിൻ്റെ ഈ 6 പതിറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടമാണ് ഇപ്പോൾ 9 കോടി രൂപ ചെലവിട്ട് നവീകരിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ ഈ സംസ്ഥാന കൗൺസിൽ ചേരാനുള്ള വലിയ ഹാള്, ലിഫ്റ്റ് അടക്കമുള്ള വിപുലമായ ആധുനിക സൗകര്യങ്ങൾ, മൾട്ടിമീഡിയ സംവിധാനത്തോടെയുള്ള പ്രസ് കോൺഫറൻസ് ഹാൾ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ന് സാക്ഷിയാവാൻ CPI-യുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും ഇവിടെയുണ്ട്. ഇന്നലെയും ഇന്നുമായി സംസ്ഥാന കൗൺസിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാന കൗൺസിൽ ചേരുന്നത് ഈ പുതിയ കെട്ടിടത്തിലെ ഹാളിൽ വെച്ചാണ്. ഈ ഹാളിന് കാനം രാജേന്ദ്രൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു MN സ്മാരകത്തിൻ്റെ നവീകരണം. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതിൻ്റെ പണമടക്കം സമാഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഇത് പൂർത്തിയാകുന്നത് കാണാൻ നിൽക്കാതെ കാനം വിട പറയുകയായിരുന്നു. എന്തായാലും കാനത്തിൻ്റെ ഓർമ്മയിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹാൾ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.